ഞങ്ങൾ വീണ്ടും വരും. ISL കിരീടം കിട്ടാത്തിടത്തോളം കാലം, ISL ട്രോഫി നിലനിൽക്കുന്നിടത്തോളം കാലം കേരള ബ്ലാസ്റ്റേഴ്സും ഈ മഞ്ഞക്കുപ്പായക്കാരും വീണ്ടും വരും. ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റിൽ ദെയർ. അതാണ് ആ എവറസ്റ്റിനോട് മറ്റേ ബ്രിട്ടീഷ് മൗണ്ടനിയറിസ്റ്റ് പറഞ്ഞ അതേ സാധനമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പണ്ടത്തെ എവർഗ്രീൻ സാധനമാണ്. ഇപ്പോഴും എന്ത് സാധനം ഉണ്ടായാലും ബാക്ക്ഗ്രൗണ്ടിൽ 100 പൂക്കളെ ചതച്ചരച്ച കാലമേ വാടുകില്ല വീഴുകില്ല. സകലിനൊക്കെ ഞാൻ നേരിട്ട് സംസാരിക്കുന്നത് പിന്നീട് നാളുകൾക്ക് ശേഷമാണ്. സകല് വരെ പറഞ്ഞാണ് ചൈജുവേട്ടന്റെ കമന്ററി ഒക്കെ സ്ഥിരം ഞങ്ങൾ കേൾക്കാറുണ്ട്. കളി കഴിഞ്ഞാലും റൂമിൽ വന്നിരുന്നത് ഇത് ഗോളിന്റെ ഇതൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഇവാൻ കലുഷ്നി AK-47 മറ്റേ കലാഷ്നിക്കോ AK-47 IK-47 റിലേറ്റ് ചെയ്ത കമന്ററി വാസ്തവത്തിൽ എൻ്റെ മൂത്ത മകന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അത് മനസ്സിലായി, അവന്റെ പോയിന്റ് അവൻ കണ്ടുപിടിച്ച പോയിന്റ്. ഷൈജു ദാമോദരനാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. ISL നടക്കുന്നുണ്ട്, ഒപ്പം സൂപ്പർ ലീഗ് എത്തുന്നത് വള്ളംകളി കഴിഞ്ഞിട്ടാണ്. എന്തായിരുന്നു വള്ളംകളിയുടെ വിശേഷങ്ങളൊക്കെ? വള്ളംകളി എനിക്ക് തോന്നുന്നു 2024 ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ കഴിഞ്ഞ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ വള്ളംകളിയാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കാരണം ഇതിപ്പോൾ എൻ്റെ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ സീസണാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കമന്ററി പറയാൻ. ഞാൻ 5 സീസണായി ഇപ്പോൾ തുടർച്ചയായിട്ട് പോകുന്നത്. പക്ഷെ നെഹ്റു ട്രോഫി നമുക്കറിയാം 70 വർഷമായിരുന്നു. 70ാമത്തെ നെഹ്റു ട്രോഫിയാണ് ഈ കഴിഞ്ഞത്. ഒരു സംശയവും വേണ്ട, നെഹ്റു ട്രോഫിയുടെ കഴിഞ്ഞ 70 വർഷത്തെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും ആവേശകരമായ ഫൈനൽ, ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇപ്പം നമുക്കറിയാലോ, അതിന്റെ മത്സരം കഴിഞ്ഞിട്ടും ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നെഹ്റു ട്രോഫി. അതിന്റെ പശ്ചാത്തലം തന്നെ ഭീകരമാണ്. അപ്പൊ അത് നേരിട്ട് കാണുകയും ഉറപ്പായിട്ടും എന്റെ കമന്ററി നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അഫ്സല് കേട്ടണമെന്ന് എനിക്കറിയില്ല, ക്യൂവിന്റെ പ്രേക്ഷകർ കേട്ടണമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന് ലാസ്റ്റത്തെ കമന്റ് തന്നെ എനിക്ക് തോന്നുന്നു ഒരിക്കലും അങ്ങനത്തെ ഡയലോഗൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത്തവണ പറഞ്ഞത് ഞാൻ അശക്തനാണ്, ഞാൻ അശക്തൻ. 2 തവണ അശക്തൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. കാരണം വെച്ചാൽ ഇതിന് തത്സമയ വിവരണം നൽകാൻ എനിക്കിനി കഴിയില്ല. ബിക്കോസ് ഇവിടെ ഇരുന്ന് വിധി നിർണ്ണയം നടത്താൻ ഞാൻ അശക്തനാണ്. ബിക്കോസ് അത്രയും നെക്കാണ് 3 വള്ളങ്ങൾ. ലാസ്റ്റാണത് 2ആയിട്ട് മാറിയത്. അപ്പോഴും ആ ഒരു ലാസ്റ്റ് 150 മീറ്റർ വരെ 3 പേര് ഒരുമിച്ചായിരുന്നു. പിന്നെയാണ് ഇവർ 2 പേരും തമ്മിലായത്, നമ്മുടെ വീരവും കാരിയും തമ്മിലായത്, കാരിച്ചാലും വീയപുരവും തമ്മിലായത്. അപ്പം ഞാൻ അശക്തനാണ്, ഞാനിത് മറ്റേ ഫോട്ടോ ഫിനിഷ് ക്യാമറകൾ എവിടെ, കണ്ണു തുറക്കൂ ഫോട്ടോ ഫിനിഷ് ക്യാമറകൾ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ലെവലിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത, കമന്ററി ബോക്സിൽ എൻജോയ് ചെയ്ത ഒരു നെഹ്റു ട്രോഫി ആയിരുന്നു ഇത് എന്ന് പറയാം. ഷൈജു ചേട്ടന്റെ ഫുട്ബോൾ കമന്ററിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നത്, അറിയുന്നത് ഒരു കാര്യം. പക്ഷേ ഈ കരിയർ തുടങ്ങുന്നത് CCLലൂടെയാണ് ഇത് തുടങ്ങുന്നത്. ആ ഒരു അനുഭവം ഒന്ന് പറയാം, എങ്ങനെ ഉണ്ടായിരുന്ന തുടക്കം എന്നുള്ളത്? താങ്കൾ പറഞ്ഞതുപോലെ എൻ്റെ തുടക്കം CCL കൂടെയാണ്. എനിക്ക് തോന്നുന്നു 2011 2010-11 അതാണ് വർഷം. അത് ആകസ്മികമാണ്. ഞാനന്ന് ആ സമയത്ത് ഞാൻ മുഴുവൻ സമയ പത്രപ്രവർത്തകനാണ്, ഫുൾ ടൈം ജേർണലിസ്റ്റാണ്. അപ്പോൾ ഫുൾ ടൈം ജേർണലിസ്റ്റാണ്. പിന്നെ ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. അങ്ങനെയാണ് എൻ്റെ ആ സമയം, ഈ പറയുന്ന കാലഘട്ടം. അങ്ങനെയാണ് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വരുന്നു, മലയാളത്തിൻ്റെ താരങ്ങളുടെ ടീം വരുന്നു, മോഹൻലാൽ ക്യാപ്റ്റനായിട്ട് ടീം വരുന്നു. അന്നത്തെ CCL ടീം എന്ന് പറഞ്ഞാൽ കിടുകിട. ആ തുടക്കത്തിലെ സീസണൊക്കെ കണ്ടാൽ അറിയാം. ഫസ്റ്റത്തെ 1-2 സീസൺ ഫുൾ എല്ലാ സൂപ്പർ സ്റ്റാറുകളും, മോഹൻലാൽ ക്യാപ്റ്റൻ, എല്ലാവരും കളിക്കുന്ന ആൾ, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, നിവിൻ പോളി, അങ്ങനത്തെ എല്ലാവരും കളിക്കുന്നു, എല്ലാ സൂപ്പർ സ്റ്റാറുകളൊക്കെ തന്നെ കളിക്കുന്നു. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ള തുടക്കമാണ് CCLന്റെ. CCLന്റെ തുടക്കകാലത്ത് ഇങ്ങനെ മലയാളം കമന്ററി എന്നൊരു, എനിക്ക് തോന്നുന്നു ആദ്യത്തെ സീസൺ കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു, സെക്കൻഡ് സീസൺ വരുമ്പോഴാണ് കുറച്ചും കൂടി മലയാളം കമന്ററിയിൽ കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കണമെന്ന് അതിൻ്റെ സംഘാടകർക്ക് തോന്നുകയും ആ സമയത്ത് ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹിയാണ്, എറണാകുളം ക്രിക്കറ്റ് അസോസിയേഷൻ. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ദൈനംദിന ജീവിതവും പ്രവർത്തനവും ഒക്കെ ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടാണ് അന്നും ഇന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. അതിലേക്ക് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ അന്നും ഈ പരിപാടികൾ ആങ്കർ ചെയ്യും. ഈ എന്താ പറയുക, MC ഒക്കെ ഇഷ്ടംപോലെ ചെയ്യും, ഇഷ്ടംപോലെ പരിപാടികൾ. അപ്പം അസോസിയേഷന്റെ പരിപാടികളൊക്കെ ആങ്കർ ചെയ്യുന്നത്, MC ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ, മലയാളി സിനിമാ താരങ്ങളുടെ ടീമിന്റെ ലോഞ്ച് ആങ്കർ ചെയ്യാനായിട്ട് ആകസ്മികമായിട്ടാണ്, അതുപോലും ആകസ്മികമാണ്. അന്ന് ആങ്കർ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന പെൺകുട്ടിക്ക് എന്തോ അസൗകര്യം പറഞ്ഞപ്പോൾ രാവിലെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. രാവിലെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ചെയ്യാലോ, അതിനെന്താ. അപ്പൊ 2 മണിക്ക് ഞാൻ വരുന്നു, ചെയ്യുന്നു.
അപ്പൊ അങ്ങനെ ചെയ്ത് കണ്ടുകഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഓക്കെ കൊള്ളാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും കമന്ററിയിലേക്ക് വരുന്നത്. ഈ തവണ കമന്ററിയും കൂടെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ മുഴുവൻ സമയ പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് തന്നെ CCL സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് CCLന്റെ തുടക്കം. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്റ്റീവ് കമന്ററി ബോക്സിൽ ഇരുന്ന് ഒരു കളിയുടെ കമന്ററി പറയുക, അത് ടെലിവിഷനിൽ ലൈവായിട്ട് എയർ ചെയ്യപ്പെടുക, ലൈവ് ടെലികാസ്റ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ എൻ്റെ ശബ്ദം കറക്റ്റായിട്ട് ആദ്യമായി ഒരു കമന്ററി ബോക്സിലൂടെ മുഴങ്ങിയത് CCL തന്നെയാണ്. അത് ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ ആയിരുന്നു. അബ്സല്യൂട്ട്ലി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കളിച്ചിരുന്ന ക്രിക്കറ്റാണ്, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ക്രിക്കറ്റാണ്, ഞാൻ അസോസിയേഷൻ ഭാരവാഹിയായിരുന്ന ക്രിക്കറ്റാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഞാൻ ജീവിക്കുന്ന എൻ്റെ ഉപജീവനം മുഴുവൻ ഫുട്ബോളായിരുന്നു. അത് ഞാൻ പത്രപ്രവർത്തനായിരുന്ന കാലത്ത് എൻ്റെ പത്രാഫീസിലെ എൻ്റെ ബീറ്റ് ഫുട്ബോളായിരുന്നു. ഞാൻ കളിച്ചിരുന്ന ക്രിക്കറ്റ് ആണെങ്കിൽ ഞാൻ നോക്കിയിരുന്ന ബീറ്റ് ഫുട്ബോളായിരുന്നു. അപ്പോൾ കേരള ഫുട്ബോളും ദേശീയ ഫുട്ബോളും അന്താരാഷ്ട്ര ഫുട്ബോളും ആയിരുന്നു എൻ്റെ ബീറ്റ്. പിൽക്കാലത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഉപജീവനം നടത്തി ദൈനംദിനം എൻ്റെ കുടുംബം ജീവിക്കുന്നത് ഞാൻ കഴിയുന്നത് ഓഫ് കോഴ്സ് ഫുട്ബോളിന്റെ കരുണ കൊണ്ട്. അതുകൊണ്ട് ഫുട്ബോൾ ദൈവങ്ങളെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ഒരു സംശയം വേണ്ട. CCL ഒരു പ്രധാനപ്പെട്ട കമന്ററി ഡയലോഗ് ആയിരുന്നു ഈ ലാൽ 10 എന്നുള്ള ലാലേട്ടന്റെ ആ ജേഴ്സിയെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ളത്. ആ കമന്ററി വരാണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? ഒപ്പം ഇപ്പോ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു മുഹൂർത്തം എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴാണ് അതൊക്കെ കുറച്ചും കൂടി എന്താ പറയാ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷവും ഒരു ഇഷ്ടവും ഒക്കെ കൂടുതൽ തോന്നുന്നത്. കാരണം മോഹൻലാലിന്റെ അന്നത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള സ്ട്രൈക്കേഴ്സിന്റെ ക്യാപ്റ്റനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ജേഴ്സിയുടെ പുറകിൽ LAL ലാൽ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ 10 ആയിരുന്നു. അപ്പൊ ലാൽ 10. മോഹൻലാലിനെ മലയാളികൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് ലാലേട്ടൻ. അത് എനിക്ക് തോന്നുന്നു പ്രായഭേദമന്യുള്ള ആൾക്കാർ, ഇപ്പൊ മമ്മൂക്കയെ എല്ലാവരും മമ്മൂക്ക എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്ന പോലെ ലാലേട്ടനെ കൂടുതൽ ആളുകളും പ്രായം കൂടിയ ആൾക്കാരും കുറഞ്ഞ ആൾക്കാരും ലാലേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള സ്നേഹപ്രയോഗമാണ് ലാലേട്ടൻ. അപ്പൊ അത് ലാൽ 10 എന്ന ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ മലയാളത്തിൽ ലാലേട്ടൻ എന്നാവും. അതാ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ഒരു പോയിന്റ് മനസ്സിൽ തോന്നിച്ച നേരത്തെ കമന്ററി ദൈവങ്ങൾക്കാണ് നന്ദി. ISLലൂടെയാണ് ഈ മലയാളത്തിലെ ഇഷ്ടം പോലെ കായിക പ്രേമികളുടെ ഇടയിലേക്ക് ഷൈജു അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ISLന്റെ ഒരു തുടക്കകാലം എങ്ങനെയായിരുന്നു? ഒരു ആദ്യം ബന്ധപ്പെടുന്ന ആരാണ്? തുടർന്ന് ഇപ്പൊ 10 വർഷത്തെ ഒരു അനുഭവം. എന്ത് കാര്യത്തിനും ഈ പറയുന്ന പോലെ എന്ത് കാര്യം സംഭവിക്കാനും ഒരു തുടക്കം ഉണ്ടാവല്ലോ. ആ തുടക്കം തീർച്ചയായിട്ടും എൻ്റെ ISL ജീവിതത്തിനും ഉണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് 2014 ISL തുടങ്ങുന്നത് 2014 ഒക്ടോബർ 11-ാം തീയതിയാണ് ISLന്റെ ആദ്യ മത്സരം നടക്കുന്നത്. 2014 ആഗസ്റ്റ് മാസം, 2014 മിഡ് ഓഫ് ഓഗസ്റ്റിൽ ഞാൻ അന്ന് കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ പത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ട്, ബ്യൂറോയുടെ ചാർജുള്ള റിപ്പോർട്ടറായിട്ട് ഞാൻ കോയമ്പത്തൂരാണ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബ്യൂറോയിൽ നിന്ന് ഒരു ഓഫ് കിട്ടിയ ദിവസം ബ്യൂറോയിൽ നിന്ന് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക ആവശ്യത്തിന്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഇങ്ങനെ ബാംഗ്ലൂരേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ. ഞാൻ കോയമ്പത്തൂർ കാത്തു നിന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി കയറി, വാഹനത്തിൽ കയറി ഞങ്ങൾ ബൈ റോഡ് കോയമ്പത്തൂർ, സേലം, ഹൊസൂർ വഴി ബാംഗ്ലൂരേക്ക് ട്രാവൽ ചെയ്യാൻ. ആ സമയത്താണ് വാസ്തവത്തിൽ ISLുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കോൾ എനിക്ക് വരുന്നത്. ഞാൻ ഇപ്പോഴും എന്താ പറയുക, അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്ത് കാര്യത്തിനും നമുക്ക് എപ്പോഴും പറയില്ല, നിങ്ങൾ എന്ത് കാര്യവും മനസ്സിലൊരു, ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നതും എൻ്റെ കമൻട്രിയിലൂടെ ആണെങ്കിലും ഞാൻ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലൂടെ ആണെങ്കിലും ഞാൻ സംസാരിക്കുന്ന, ഞാൻ സംവദിക്കുന്ന, അതാരായിക്കോട്ടെ, എപ്പോഴും അത് ആൾക്കൂട്ടമായിക്കോട്ടെ ഒരാളായിക്കോട്ടെ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സമൂഹത്തിന് ബേസിക്കലി വേണ്ടത് നന്മയാണ്. നന്മ നിറഞ്ഞ ഒരു പ്രവർത്തന രീതിയും സ്വഭാവ രീതിയും പുലരുന്ന ഒരു സമൂഹമാണ് ലോകത്തിലെ ഏറ്റവും നല്ല സൊസൈറ്റി ആയിട്ട് മാറുക. അതായത് നമ്മൾ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും സാങ്കേതിക മികവുള്ള കാര്യങ്ങളും അങ്ങേയറ്റത്ത് എന്താ പറയുക ശാസ്ത്ര സാങ്കേതികത അതൊന്നും വേണ്ട. മിനിമം നന്മ നിറഞ്ഞ മനസ്സുമായി ജീവിക്കുക, പ്രവൃത്തികളിലെല്ലാം ഒരു നന്മ എപ്പോഴും പുലർത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സമൂഹത്തിന് എപ്പോഴും തിരിച്ച് നന്മ കിട്ടും. അതിൻ്റെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അതൊരു കുരുത്തമാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു കഴിവിനേക്കാൾ ഉപരി, മികവിനേക്കാൾ ഉപരി ഇറ്റ്സ് സംതിങ് കോൾഡ് കുരുത്തം എന്നൊക്കെ പറയില്ലേ. കുരുത്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാലോ. കുരുത്തം എന്ന് പറയാം മലയാളത്തിൽ. അത് കുരുത്തം എന്നൊക്കെ പറയാം. നമ്മൾ കുരുത്തം എന്നൊക്കെ പറയും. കുരുത്തമാണ് വാസ്തവത്തിൽ. ശരിക്കും കുരുത്തമാണ്. നമ്മൾ പറഞ്ഞു കൊളോക്കിയലി കുരുത്തം, ഇത് രണ്ട് രീതിയിലും പറയണ്ട്. കുരുത്തം കെട്ടവൻ അല്ലെങ്കിൽ കുരുത്തം ഉള്ളവൻ എന്നും പറയാം. അത് ആക്ച്വലി അതെ, ഗുരുത്വത്തിൽ നിന്നാണ് ആ കൊളോക്കിയൽ വന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ഗുരുത്വം വേണം. നമ്മുടെ
നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന തലമുതിർന്നവർ, അതിൽ നമ്മുടെ പാരൻസ് മുതൽ ആരും ആകാം, നമ്മുടെ പാരൻസ്, നമ്മുടെ ബന്ധുക്കൾ, മുതിർന്നവർ, നമ്മളെ ചുറ്റിയുള്ള നമ്മളെക്കാൾ പ്രായം ചെന്ന ആളുകൾ, പിന്നെ നമ്മളെ പഠിപ്പിച്ച ആളുകൾ, അധ്യാപകർ, അതാണ് എല്ലാവരുടെയും ഒരു ഗുരുത്വം എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. ശരിക്കും അതാണ് കേട്ടോ. ശരിക്കും അവരുടെ ഒരു ആകർഷണ വലയം ശരിക്കും ഒരു അനുഗ്രഹം പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കും. ഞാൻ പോയിന്റിലേക്ക് വരാം, മറുപടി നീണ്ടു പോകും എന്ന് ഞാൻ അഫ്സലിന്റെ അടുത്ത് പറഞ്ഞത് വെറുതെ അല്ല. ഇങ്ങനെയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ ഇങ്ങനെ പോകും. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു സേലവും ഹൊസൂരും ധർമ്മപുരിയും മറ്റേ കടന്ന് ഞാൻ തന്നെ വരുന്നത്. അപ്പോ ഒരു ഫോൺ കോൾ വരണമെങ്കിൽ പോലും നമുക്കൊരു കുരുത്തം ഉണ്ടാകും, മനസ്സിലായി? കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സേലത്തിനും ഈ ബാംഗ്ലൂർ ബൈ റോഡ് ബാംഗ്ലൂർ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ സേലം കഴിഞ്ഞ് ശരിക്കും മറ്റേ ഘാട്ട് റോഡാണ് മേലെ കയറി, മലേന്റെ മേലെ കയറിയിട്ട് പോകുന്നത്. സേലം ധർമ്മപുരി ആ സൈഡൊക്കെ ശരിക്കും കുറച്ച് ഹൈ റേഞ്ചാണ്. അവിടെ റേഞ്ച്, ഈ ഹൈ റേഞ്ച് എന്ന് പറയുമ്പോ ഈ ഫോണിന് റേഞ്ച് കിട്ടൂല, അതാണ് ഹൈ റേഞ്ചിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഹൈ റേഞ്ച് എന്നുള്ളത് ഈ ടെറൈനാണ് ഹൈ റേഞ്ച്, പക്ഷെ ഫോണിന് ലോ റേഞ്ച് ആയിരിക്കും, മനസ്സിലായില്ല? അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ കയറ്റം കയറുന്നതിന് തൊട്ട് മുൻപ് എന്റെ ഫോൺ അടിക്കുകയാണ്. അപ്പൊ എനിക്ക് പരിചയമില്ലാത്തൊരു കോള്, കാരണം അപ്പോൾ കാറിലായിരുന്നുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു. അപ്പൊ കോള് കൽക്കട്ടയെന്നായിരുന്നു, കൽക്കട്ട. അപ്പൊ കൽക്കട്ടയിൽ നിന്നും എനിക്ക് വളരെ പരിചയമുള്ള CCL ഞാൻ പരിചയപ്പെട്ട വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ബംഗാളി കമന്റേറ്ററാണ് വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് പറയാണ്, ഷൈജു ഇങ്ങനെ ISL സ്റ്റാർട്ട് ചെയ്യുകയാണ്, അപ്പോൾ റീജിയണൽ കമൻട്രി മലയാളവും തമിഴും ഒക്കെ ഉൾപ്പെടെ കമൻട്രി വരികയാണ്. അതിങ്ങനെ അവരിങ്ങനെ ആളുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഡീഷന് വേണ്ടിയിട്ട് അവർ വരും, വിളിക്കും, മറ്റേ ചിലപ്പോൾ ബോംബെ പോകേണ്ടി വരും, ചിലപ്പോൾ സൗണ്ട് അയച്ചു കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഓഡീഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ മലയാളത്തിൽ എനിക്ക് വന്നു ഷൈജുവിനെ വന്നുകൊണ്ട് പരിചയപ്പെട്ടതിലൊക്കെ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഇന്നും കാണുന്നു. ആ കോളാണ് വാസ്തവത്തിൽ ISLലേക്കുള്ള എൻ്റെ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഇഷ്ടംപോലെ കാരണങ്ങൾ പറയാം, ഞാൻ മഹാനാണ്, ഞാൻ അതിമഹാനാണ്, ഞാൻ അതിപ്രഗത്ഭനാണ്, പ്രഗത്ഭനായതുകൊണ്ട് എന്നെ തേടി വന്നു, ഇതൊക്കെ എന്നെ ഓട്ടോമാറ്റിക്കലി എന്നിൽ വന്ന് ചേർന്നതാണ്, എന്നോട് വന്ന് ചേർന്ന് ലയിച്ചതാണെന്നൊക്കെ പറയും ആളുകൾ. അങ്ങനെ ഒന്നുമില്ല, ഇതാണ് അതിന്റെ കാര്യം, മനസ്സിലായില്ലേ? ഓപ്പർച്യൂണിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. ആ കോൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്നൊരു കോളാണത്. ആ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബി ഇൻ ദ റേഞ്ച്. ഒരു 10 മിനിറ്റ് വൈകിയെങ്കിൽ ഞാൻ ആ മലേന്റെ മുകളിലേക്ക് കയറും, പിന്നെ കാടാണ്, പിന്നെ ഔട്ട് ഓഫ് റേഞ്ചാ. ഇതേ കോള് സ്വാഭാവികമായിട്ടും ഞാനും അദ്ദേഹം തമ്മിൽ അന്ന് ഇത്ര അടുത്ത് പരിചയമില്ല. സ്വാഭാവികമായി എനിക്കിപ്പോ അഫ്സലിനെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്, ഞാൻ അഫ്സലിനെ വിളിക്കുന്നു. അഫ്സലിനെ കിട്ടിയില്ലെങ്കിൽ എന്താ, ഞാൻ അനക്കയെ വിളിക്കും. കാരണം ഒരേ കാര്യമാണ്, അത് അഫ്സലിനും ചെയ്യാൻ പറ്റും, ഈ കുട്ടിക്കും ചെയ്യാൻ പറ്റും. അഫ്സലിനെ കിട്ടിയില്ലെങ്കിൽ ഐ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ഓപ്ഷൻ. ഇത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കൃത്യമായി നിങ്ങളെ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പൊ ആ കോള് നിങ്ങളിലേക്ക് എത്തിച്ചേരുക, നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങളെ കോൾ മറുപടി പറയുക എന്ന് തന്നെ പ്രാധാന്യം. അതിനാണ് ഈശ്വരന്മാരോട് ദൈവത്തോട് എപ്പോഴും നന്ദി പറയുന്നത്. ആ കോള് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സേലത്തുനിന്ന് ആ ഘാട്ട് റോഡ് കയറുന്ന സമയത്ത് ആ കോള് വരുന്നു. ഈ കോള് ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞു, സാർ ഓക്കെ സാർ, അവരോട് വിളിച്ചോളാൻ പറയും, എന്റെ നമ്പർ കൊടുത്തോളാം, ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആയി. ഇതാണ് ഷൈജു ദാമോദരൻ ഇന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഫുൾ റേഞ്ചിൽ ISLൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഞാൻ ആ റേഞ്ച് ഔട്ട് ആവുന്നതിന്റെ തൊട്ടടുത്തായിരുന്നു. കാരണം വേറൊരാളിലേക്കോ വേറെ ആളുകളിലേക്കോ പോകാമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന എന്താണ്, എന്നേക്കാൾ നന്നായി കമന്ററി പറയുന്ന, എന്നേക്കാൾ നന്നായി മലയാളത്തിൽ സംസാരിക്കുന്ന, എന്നേക്കാൾ നന്നായി തത്സമയ വിവരണം നൽകാൻ കഴിയുന്ന നൂറുകണക്കിന് പേരുണ്ട് ഇപ്പോഴും കേരളത്തിൽ, മലയാളത്തിൽ. അവരെ തേടി ആ ഓപ്പർച്യൂണിറ്റി വരാത്തത് കൊണ്ട് മാത്രമാണ് അവരെ ആരെയും അറിയാതെ പോകുന്നത്. അല്ലാതെ ഞാനല്ല മിടുക്കൻ, എന്നേക്കാൾ മിടുക്കരായ എത്രയോ പേരടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ എന്നെ മാത്രം മിടുക്കൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. 11ാമത്തെ സീസണാണ് ഇപ്പൊ ISL നടന്നുകൊണ്ടിരിക്കുന്നത്. കളി കഴിയും മുമ്പ് തന്നെ ട്രോളുകളായിട്ട് ഇതിലെ ഡയലോഗുകൾ വാട്സപ്പിൽ വരും, ഇൻസ്റ്റാഗ്രാം റീലുകളായിട്ട് വരാറുണ്ട്. ഇതിനോടുള്ള റിയാക്ഷൻ എങ്ങനെയാണ്? ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതുപോലെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റുകളോടുള്ള റിയാക്ഷൻ ഞാൻ കാര്യം നമ്മൾ നേരത്തെ പറയാം, കാലഘട്ടത്തിനൊപ്പം ജീവിക്കുക. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്? ഇപ്പൊ നമ്മളിപ്പോ 2024 സെപ്റ്റംബർ 30 ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോ താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് 1974 സെപ്റ്റംബർ 30 കസേരയിൽ ഞാനിരുന്ന് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 2024 സെപ്റ്റംബർ 30 കസേരയിൽ തന്നെ ഇരിക്കണം, മനസ്സിലായില്ല? എന്നെങ്കിൽ മാത്രമേ താങ്കൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാവുകയും അതിന് എനിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കഴിയൂ. ഈ സെൻസിൽ വേണം ഈ ചോദ്യത്തിന് എടുക്കാൻ. ഞാൻ ഉത്തരം പറയുന്നത് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ സോഷ്യൽ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ, വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ, മീഡിയ നിയന്ത്രിത
കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മളെല്ലാവരും. അതിൽ തന്നെ ഇപ്പൊ തന്നെ മാധ്യമങ്ങളുടെ മുക്കാൽ പങ്കും സോഷ്യൽ മീഡിയ കൈയടക്കി കഴിഞ്ഞു. അപ്പൊ സോഷ്യൽ മീഡിയയെ അവഗണിച്ചുകൊണ്ട് നമുക്കിനി ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഷൈജു ദാമോദരന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നെഗറ്റീവായി വരുന്നതും പോസിറ്റീവായിട്ട് വരുന്നതും ഒക്കെ കാണുന്നു. എല്ലാത്തിനോടും ഒരേ ഭാവം, ഒരേ രൂപം. താങ്ക് യു വെരി മച്ച്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് ചെയ്യാം എന്തും. ഓക്കെ, സോഷ്യൽ മീഡിയ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ഡയലോഗുകൾ വരുന്നുണ്ട്. കാരണം ആവർത്തിക്കപ്പെടുന്നത് പലപ്പോഴും കാണാറില്ല. പുതിയ ട്രെൻഡുകൾ, അതുപോലെ പുതിയ സിനിമകളുടെ ഡയലോഗുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റഡ് ആവുന്നത് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ആണോ, ഇതിന് ശരിക്കും പ്രിപ്പയർ ചെയ്യാറുണ്ടോ? രണ്ട് ചോദ്യത്തിൽ തന്നെ ഉത്തരം പറഞ്ഞില്ലേ. ഈ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ എന്ന് പറയുന്നത് തന്നെ പ്രിപ്പറേഷൻ അല്ല, അല്ലാതെ അല്ല, ഇതിന് വേണ്ടി കണ്ടെത്തണം എന്ന നിലക്ക്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം എന്റെ തലച്ചോറും താങ്കളുടെ തലച്ചോറും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പം ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ നമ്മുടെ രണ്ടുപേരെയും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ താങ്കളുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന മോഡ് ഏതാണെന്നും എൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന മോഡ് ഏതാണെന്നും അത് ചിലപ്പോൾ ശാസ്ത്രത്തിന് മാത്രം മറുപടി പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈ ചോദ്യത്തിന് ഉത്തരമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എന്താ പറയാ, ഇപ്പം ഈ സമീപകാലത്ത് ഇപ്പൊ ഞാൻ മലപ്പുറത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഒരു ഫുട്ബോൾ റിലേറ്റഡ് പരിപാടിയിൽ പങ്കെടുക്കുന്നു. എൻ്റെ ഒപ്പം ആ പരിപാടിയിൽ, ഈ പരിപാടി കഴിഞ്ഞിട്ടുള്ള കലാപരിപാടി നടത്തുന്നത് മലയാളത്തിൽ ഇന്ന് ഏറ്റവും പ്രചാരം നേടിയ, ഏറ്റവും പോപ്പുലറായ ഒരു റാപ്പ് സിംഗറാണ്, മലയാളം റാപ്പ് സിംഗറാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുന്നു, അദ്ദേഹം കാണികളെ സ്വാധീനിക്കുന്നത് ഞാൻ കാണുന്നു നേരിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി മുഴുവൻ ഇരുന്ന് കേൾക്കുകയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തവണ കേട്ടാൽ അത് ഓർത്തു വെക്കാൻ ശ്രമിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കൊള്ളാം, ഇതെനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ചില സംഗതികളാണല്ലോ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതായത് പറഞ്ഞു, ഇതിനെ നിങ്ങളുടെ ചോദ്യത്തിന്റെ കാറ്റഗറിയിൽ ഇതിനെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്, അല്ലാതെ അതിനുവേണ്ടി ഒരു 200 പേജിന്റെ പുസ്തകമായിട്ട് താങ്കൾ പാടൂ ഞാൻ കേൾക്കട്ടെ, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം പാട്ട് പാടുന്നു, ഞാൻ കേൾക്കുന്നു. അപ്പൊ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ കൊള്ളാലോ, ഇത് നമുക്ക് കൊള്ളാം. പിറ്റേ ദിവസം ഒരുമിച്ച് ഒരേ ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ തമ്മിൽ കാണുന്നു, സ്നേഹം പങ്കിടുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നു, ISL മുന്നോടിയായിട്ട് അല്ലെങ്കിൽ സൂപ്പർ ലീഗിന് മുന്നോടിയായിട്ട് അടുത്തത് വരുന്നു, പന്തളിച്ചാൻ പോകാം എന്ന് പറഞ്ഞ സാധനം. കൊള്ളാല, ഗംഭീര സാധനമാണല്ലോ. മലബാറിന്റെ ഭാഷയിൽ പന്ത് കളിക്കാൻ പോകാന്നുള്ള പന്തളിച്ചാൻ പോവാം എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ല? അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ പന്ത് കളിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ജോലി പന്തുകളിയും വാക്കുകളും, വാക്കും പന്തും പന്തും വാക്കുമാണ് എൻ്റെ മേഖല. അപ്പൊ പന്തുകളിയുമായി ബന്ധപ്പെട്ട ഏത് വാക്കും, പന്തുകളിയുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഏതൊരു പ്രയോഗവും, ഏതൊരു സാധനവും ഞാൻ ശ്രദ്ധിക്കും, പരമാവധി അതെൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കും. ഇതിനെയൊക്കെ ഓട്ടോമാറ്റിക് പ്രിപ്പറേഷൻ ആണെന്ന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്താൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു തരാം. ഓക്കെ, അത് ശരിയാണ്. മത്സരങ്ങൾക്ക് ശേഷം മലയാളി താരങ്ങൾ എന്നതിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു റിയാക്ഷൻ എന്തായിരിക്കും? കാരണം അവരെ കുറിച്ച് വലിയ വിശേഷണങ്ങൾ നൽകുന്നു, അത് അവർക്ക് ഒരു എന്താ പറയുക അംഗീകാരം പോലെയാണല്ലോ. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം പ്രയോഗങ്ങൾ കാണാറുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള, കാരണം അവരൊക്കെ വ്യക്തിപരമായി എപ്പോഴും ആ ബന്ധം സൂക്ഷിക്കുന്ന ആളാണല്ലോ, അപ്പൊ അവരുടെ നിന്നുള്ള പ്രതികരണം എന്തെങ്കിലും ഓർക്കാൻ പറ്റുമോ? ഇപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരും ഈ പറയുന്ന പോലെ ഓരോ ആളുകളുടെ പേരെടുത്ത് പറയാന്ന് വെച്ചപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ ഒരാൾ വിട്ടുപോകും, ഒരാളുടെ പേര് പറഞ്ഞാൽ ഒരാളുടെ പേര് പറഞ്ഞില്ല. അപ്പം എല്ലാവരും ഇപ്പൊ ആരെക്കുറിച്ചൊക്കെ ഏതൊക്കെ കാലത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഓരോ കാലങ്ങളിൽ എന്താ പറയുക അവരെല്ലാം ആസ്വദിച്ചിട്ടുണ്ട് എല്ലാവരും. ഇപ്പോ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആയിരുന്ന ഇപ്പൊ മോഹൻ ബഗാന്റെ പ്ലെയറായ സഹലിനൊക്കെ ഞാൻ നേരിട്ട് സംസാരിക്കുന്നത് പിന്നീട് നാളുകൾക്ക് ശേഷമാണ്. സകല് വരെ പറഞ്ഞാണ് ഷൈജുവേട്ടന്റെ കമന്ററി ഒക്കെ സ്ഥിരം ഞങ്ങൾ കേൾക്കാറുണ്ട്. കളി കഴിഞ്ഞാലും റൂമിൽ വന്നിരുന്നത് ഇത് ഗോളിന്റെ ഇതൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം അവരത് കേൾക്കുന്നു, അവരത് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആസ് എ പ്രൊഫഷണൽ ഹു ഇസ് ഡൂയിങ് കമന്ററി ഫോർ എൻ ISL ഫുട്ബോൾ മാച്ച്, അപ്പം ISL ഫുട്ബോളിന് കമന്ററി പറയുന്ന ഞാൻ, എൻ്റെ കമന്ററി ആ കളിക്കുന്ന ആളുകൾ തന്നെ അവരെ കുറിച്ച് പറയും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ മലയാളിയെ വിടൂ, നോവ സദുയി ലേറ്റസ്റ്റ് നോവ സദുയെ കുറിച്ച് കഴിഞ്ഞ കൊച്ചിയിൽ നടന്ന ഹോം മാച്ചിൽ നോവ അടിച്ച ഗോളിൽ നോവയെ അറ്റ്ലസ് ലയൺ എന്ന് വിശേഷിപ്പിച്ചു. നോവ അത് എൻജോയ്, ആ റീല് നോവ കാണുകയും നോവ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഐ റിയലി എൻജോയ്ഡ്, അല്ലെങ്കിൽ എന്തൊരു എനർജിയാണ്, വാണ്ട് ടു മീറ്റ് യു ഇൻ പേഴ്സൺ, നിങ്ങളെ നൈസ് ടു മീറ്റ് യു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു, നമ്മൾ കേൾക്കപ്പെടുന്നു എന്നറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, റിനോ ആന്റോ തൃശ്ശൂർകാരനാണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. റിനോ ആന്റോയുടെ ഫാമിലിയായിട്ട് അത്ര അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ. റിനോ ആന്റോയോട് മാത്രമല്ല, അയാളുടെ ഫാമിലിയായിട്ട്. റിനോ ആന്റോ ISL കളിക്കുന്ന സമയത്ത് ഒരു ദിവസം ഫുട്ബോൾ കമന്ററിയുടെ ഇടയിൽ റിനോ ആന്റോയുടെ കല്യാണ കാര്യം ഞാൻ പറയുകയാണ്. അന്ന് റിനോ ആന്റോ കല്യാണം കഴിച്ചിട്ടില്ല. റിനോ ആന്റോന്റെ കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ.
ആലോചിച്ച് നോക്കുക, ISL ഫുട്ബോൾ കമന്ററിയിൽ വളരെ രസകരമായ ഒരു കോണ്ടെക്സ്റ്റ് കിട്ടിയപ്പോൾ അങ്ങനെ പറയാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ചുമ്മാ ഇല്ല, അതിന് എന്ത് സാധനത്തിനൊരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ നമ്മൾ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പറയാണ്. ഇപ്പം റിനോ കല്യാണം കഴിച്ചത് പഴയ പ്ലെയർ ആയിട്ടുള്ള യൂജിൻസൺ ലിങ്ഡോയുടെ കസിനെയാണ്. അപ്പൊ യൂജിൻസണും റിനോയും രണ്ട് ടീമിൽ കളിക്കുന്നു. അവർ തമ്മിൽ കളിക്കളത്തിൽ പരസ്പരം വന്ന് കൂട്ടിയിടിക്കുന്നു, ഫൗൾ ചെയ്യുന്നു, വീഴുന്നു. അപ്പൊ അതൊരു കോണ്ടെക്സ്റ്റ് ആണ്. ഞാൻ ബന്ധുക്കൾ ശത്രുക്കൾ, ശത്രുക്കൾ ബന്ധുക്കൾ എന്നുള്ള ആ കോണ്ടെക്സ്റ്റിലേക്ക് ഞാനതിനെ കൊണ്ടുവരികയും റിനോയുടെ കല്യാണം നടക്കാൻ പോവാണ്, ഇതാണ് കാര്യമെന്ന് പ്രേക്ഷകന് ഇത് മനസ്സിലാവാൻ വേണ്ടി. കളി കഴിഞ്ഞ ഉടനെ റിനോന്റെ ഫാമിലി അപ്പം വിളിച്ചിട്ടു, ഈശ്വര എന്റെ കുറച്ച് പണി നീ കുറെ ഒഴിവാക്കി തന്നു, കല്യാണം വിളിക്കണ്ടല്ലോ എനിക്ക്, കാരണം ഓൺ എയർ കല്യാണം വിളിച്ചു. ഇനിയിപ്പോ കേരളത്തിൽ ആരും അറിയാൻ ബാക്കിയില്ല, വിളിയോട് വിളിയാണ് ബന്ധുക്കളൊക്കെ. അപ്പൊ അങ്ങനത്തെ രസകരമായ എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പൊ ഈ കളിക്കാർ കേൾക്കുന്നുണ്ടോ, അവരുടെ ഫാമിലി കേൾക്കുന്നുണ്ടോ, അവർ വിളിക്കുന്നുണ്ടോ എന്നുള്ളതിനൊക്കെ ഇപ്പൊ എത്ര മറുപടി ഞാൻ പറഞ്ഞു. എക്സാക്ട് ഉദാഹരണം ഇതാണ്. എന്റെ ഫേവറേറ്റ് കമന്ററി സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ 100 പൂക്കളെ ചതച്ചരച്ച കാലമേ. അപ്പൊ ആ ഡയലോഗ് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവികളിൽ ഒരു ആവേശം വരാൻ വേണ്ടി, ഇനിയൊരു തിരിച്ചുവരവ് നമുക്ക് ഉണ്ടാവും എന്നൊരു ഉറപ്പ് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യം അതാണ്. ശരിക്കും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിപ്ലവവാക്യം കൂടിയാണല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിലേക്ക് നമ്മൾ ഒരു സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഷൈജു ചേട്ടന്റെ ഒരു ലൈഫിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒറ്റ മൊമെന്റ് പറഞ്ഞ ഏതായിരിക്കും ഏറ്റവും ഫേവറേറ്റ് തോന്നുന്നത്? അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു വെച്ച, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ 11 വർഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ISL അല്ലെങ്കിൽ വേൾഡ് കപ്പ്, യൂറോ കപ്പ്, കോപ്പ അമേരിക്ക തുടങ്ങിയ എത്രയോ കണക്കിന്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ISL തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 750 മാച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ 750 മാച്ച് ഡേയ്സ്, സിംഗിൾ മാച്ച് ഡേ പറയണം, ഓരോ 1, 2, 3 ആണ്, 750 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വേൾഡ് കപ്പ് ചെയ്തിട്ടുണ്ട്, ഫിഫ വേൾഡ് കപ്പ്, യൂറോ കപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ കോപ്പ അമേരിക്ക ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ എത്രയോ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ, ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ, ഇന്ത്യയുടെ പ്രദർശന ഇന്റർനാഷണൽ സൗഹൃദ മത്സരങ്ങൾ, ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, സൂപ്പർ, അതും കഴിഞ്ഞ് സൂപ്പർ കപ്പ്, നമ്മുടെ നാഷണൽ സൂപ്പർ കപ്പ്, പിന്നെ ഇപ്പൊ സൂപ്പർ ലീഗ് കേരള. അങ്ങനെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിന് പുറമെയാണ് കേട്ടോ ഞാൻ IPL കമന്ററി ചെയ്തിട്ടുണ്ട്, പിന്നെ CCL ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രോ കബഡി ലീഗ് കമന്ററി ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രൈം വോളി ലീഗ് ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഓപ്ഷൻ ഹാങ്കർ ചെയ്തിട്ടുണ്ട്, വള്ളംകളി എത്ര 5 സീസൺ വള്ളംകളി പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്റ്റാർ സ്പോർട്സിന് വേണ്ടി 3 സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കമന്ററി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാച്ച് ഡേയ്സ് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000 മാച്ച് ഡേ എങ്കിലും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ മാച്ച് ഡേ 2000 ഫുട്ബോൾ മാച്ച് ഡേ എങ്കിലും എന്റെ ജീവിതത്തിൽ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അത്ര വലിയ ഒരു മഹാസാഗരത്തിന്റെ തീരത്ത് നിന്നിട്ട് അഫ്സൽ എന്നോട് ചോദിക്കുകയാണ്, ഈ സാഗർ ചേട്ടൻ ഈ കടലിലേക്ക് നോക്കിയിട്ട് ഈ കടലിലെ ഏത് ഭാഗമാണ് ചേട്ടൻ ഇഷ്ടപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ ഈ കടലിൽ ജീവിക്കുന്ന അനേകം കോടി ജീവജാലങ്ങളിൽ ഏത് ജീവജാലത്തെയാണ് ചേട്ടൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന അതേ അനുഭവമാണ് താങ്കളുടെ ചോദ്യത്തിന്റെ തീരത്ത് നിന്ന് ഞാനിപ്പോ അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം പ്രത്യേകിച്ച് ഓർക്കാനില്ല. മറ്റൊരു കാര്യമുള്ളത് ഓർക്കാനില്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ തീരില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ 100 പൂക്കളെ കുറിച്ച് പറഞ്ഞു. 100 പൂക്കളെ പോലെ തന്നെ ഹിറ്റായതാണ് നമ്മുടെ നെഞ്ചുപടച്ച് കണ്ണ് ചിമ്മാണ്ട് ഞരമ്പിലെ തീയും പിടിച്ച് മൈക്കൽ ചോപ്രയുടെ ഗോള് മുംബൈ സിറ്റിക്കെതിരെ 2015 സീസൺ. ആ സീസണിൽ തന്നെ നമ്മുടെ സാഞ്ചസ് വാട്ടെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ കനവെല്ലാം അകലുന്ന പോലെ സാഞ്ചസ് വാട്ടിന്റെ ഗോള്. അങ്ങനെ എത്ര പിന്നെ സച്ചിനും ഗോപ്പലും ആ 11 പേരും ചേർന്ന് പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കിയിരിക്കുന്നു. 2016 കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം തവണ ISLന്റെ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്ത മറ്റേ ഡൽഹി ഡൈനാമോസിനെ അവിടെ പോയി തോപ്പിച്ചിട്ട് ക്വാളിഫൈ ചെയ്യാണ് 2ാം തവണ ഫൈനൽ. ആ മൊമെന്റ് ആലോചിച്ച് നോക്കുക. അതൊക്കെ ഏറ്റവും സൂപ്പർ, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സൂപ്പർ ഹിറ്റ് ആയ സാധനങ്ങൾ. ഇനി അതും പോട്ടെ, 2021-22 3ാം തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ തോറ്റ ഫൈനൽ ഇവാൻ കോച്ചിന്റെ ഫസ്റ്റ് സീസൺ, ഗോവയില് കോവിഡ് സമയത്ത് കളി നടന്ന സീസൺ. അന്ന് ഹൈദരാബാദിനോട് ഫൈനലിൽ തോക്കുന്നു. ഫൈനലിൽ നമ്മൾ ഈ ജയിച്ച സാധനവും പോസിറ്റീവ് സാധനവും മാത്രമല്ല, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തോൽവിയുടെ കമന്ററികളും ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്നു, വീണ്ടും 3ാമത്തെ ഫൈനലിൽ തോൽവി, വീണ്ടും ഒരിക്കൽ കൂടി ISL കിരീടം നേടാനാവാതെ പോകുന്നു. ആ സമയത്ത് പറഞ്ഞ കമന്ററിക്ക് എനിക്ക് ഇന്നും കാണാൻ എന്നു പറഞ്ഞത്
മറ്റേ ബ്രിട്ടീഷ് മൗണ്ടനിയറുടെ സ്റ്റോറിയാണ് പറഞ്ഞത്. അതായത് 3 തവണ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നു. ആദ്യ തവണ പോയി പരാജയപ്പെട്ടു, 2ാം തവണ പോയി പരാജയപ്പെട്ടു, 3ാം തവണയും പുള്ളി ഈ പറയുന്ന പർവ്വതാരോഹണത്തിന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഈ മൗണ്ടനിയറിംഗ് ഗ്രൂപ്പിലെ ആളുകൾ എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ? എന്തിനു വീണ്ടും 2 തവണ പോയി കീഴടക്കാൻ ശ്രമിച്ച് പരാജയപ്പെടും, കാരണം അതിന്റെ ഒരു അപകടമുണ്ട്, വീണ്ടും പോയാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, അതവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ വീണ്ടും വരും, ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ. ഇതാണ് എൻ്റെ ആ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റ അവസാനത്തെ കമന്ററി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു വെച്ച ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന കമന്ററി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഇതിനൊരു എന്റർടൈൻമെന്റ് എന്നല്ലുപരി നമ്മൾ കമന്ററി കേൾക്കുന്നു, കളി കാണുന്നു, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ആനന്ദിക്കുന്നു എന്നതിന്റെ പുറമെ നമുക്ക് മനുഷ്യർക്ക് ഈ കേരളത്തിലെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഫുട്ബോൾ കളിക്കുന്നവർക്ക്, ഫുട്ബോൾ പ്രേമികൾക്ക്, ഈ ടെലിവിഷനിൽ കാണുന്ന, ഇനി ഫുട്ബോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോലും കാണുന്നില്ലേ, ഈ ISL മാത്രം കാണുന്ന ആളുകളുണ്ട്, വേറെ ഒന്നും കാണില്ല, മറ്റൊന്ന് ഫോളോ ചെയ്യാത്ത ആളുകൾ, അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റും കൂടിയില്ല കമന്ററിക്ക്. അവരെയൊക്കെ എപ്പോഴും പ്രചോദിപ്പിച്ച് നിർത്തുക. ആ പ്രചോദിപ്പിച്ച് നിർത്തുന്നിടത്തല്ല കമന്ററിയുടെ വിജയം. അന്ന് ഞാൻ പറയണതാ, ഞങ്ങൾ വീണ്ടും വരും, ISL കിരീടം കിട്ടാത്തിടത്തോളം കാലം, ISL ട്രോഫി നിലനിൽക്കുന്നിടത്തോളം കാലം കേരള ബ്ലാസ്റ്റേഴ്സും ഈ മഞ്ഞക്കുപ്പായക്കാരും വീണ്ടും വരും, ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ. അതാണ് ആ എവറസ്റ്റിനോട് മറ്റേ ബ്രിട്ടീഷ് മൗണ്ടനിയറിസ്റ്റ് പറഞ്ഞ അതേ സാധനമാണ്. അതൊക്കെ അന്ന് ജനം ഭയങ്കരമായിട്ട് ഏറ്റെടുത്താണ്. അപ്പൊ അങ്ങനെ അഫ്സൽ ചോദിക്കുകയാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾക്കൊരു 2000 പേജിന്റെ പുസ്തകം എഴുതാനുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. അതാ പറഞ്ഞത്, അതിൽ ഭേദം ഞാനത് പറയാതെ, ഇത് വലിയൊരു കടലാണ്, നമുക്ക് ഈ കടലിന്റെ തിര ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം. അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ നിരവധിയാണ്. അത് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒരു സ്കൂബ ഡൈവറായിട്ട് പോയിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടറൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മുങ്ങി തപ്പി കണ്ടെടുത്തോളൂ എന്നേ പറയാൻ പറ്റും. ഈ കമന്ററിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഫ്രണ്ട്സ്, ഫാമിലി, ഇത്തരം ആളുകൾക്കുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്നൊരു ഡയലോഗ് ഉണ്ട്, ഇത് പറഞ്ഞാൽ നന്നാവും. ഇഷ്ടം പോലെ എൻ്റെ ഫാമിലിയെ തന്നെയാണ് അതിൽ പറയേണ്ടത്. എൻ്റെ ഭാര്യയും മക്കളും തന്നെയാണ് എൻ്റെ കമന്ററിയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ആളുകൾ. ഞാൻ പറയുന്ന ഞാൻ എപ്പോഴും, ഞാനല്ല എല്ലാവരും പറയാറുള്ളത്, നിങ്ങൾക്ക് ഏതൊരു പ്രൊഫഷണൽ ജോലിയും നിങ്ങൾ ചെയ്യുന്ന ആരായിക്കോട്ടെ, നിങ്ങളൊരു നടനായിക്കോട്ടെ, നിങ്ങളൊരു ഗായകനായിക്കോട്ടെ, നിങ്ങളൊരു നർത്തകനായിക്കോട്ടെ, നിങ്ങളൊരു ചിത്രകാരനായിക്കോട്ടെ, നിങ്ങളൊരു കമന്റേറ്റർ ആയിക്കോട്ടെ, എല്ലാം പ്രൊഫഷണൽ ക്രിയേറ്റീവ് ജോലികളാണ്. ഇത്തരം ക്രിയേറ്റീവ് പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ വിജയിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും ബാക്ക് ഹിസ്റ്ററി നിങ്ങളെടുത്ത് പരിശോധിച്ചു. എവ്രി വൺ ഹാസ് എ സ്ട്രോങ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. കാരണം കുടുംബമാണ് സുഹൃത്തെ ഒരു പ്രൊഫഷണലിന്റെ ഏറ്റവും വലിയ ശക്തി. കുടുംബം, ഒരു സൗണ്ട് ഫാമിലി അടിത്തറയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ എടുത്തോ, പ്രൊഫഷണലി സക്സസ് ആയ ആൾക്കാർ, അവരുടെ ഫാമിലി ഇങ്ങനെ അവരുടെ പുറകിൽ നിൽക്കുന്നുണ്ടാവും. നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു ഈർഷ്യയോടുകൂടി ഒരല്പം ഫീലിംഗ് പുച്ഛം മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കണ്ട്, നത്തിങ്. നമ്മുടെ ഫാമിലിയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. അത് വെറുതെ താങ്ങി നിർത്തുന്നതല്ല, ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അഫ്സലിന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ചുമ്മാ കൂടെ വരുന്നു, ചായ കുടിക്കുന്നു, സെൽഫി എടുക്കുമ്പോ ഇതാരാ, ഭാര്യ മക്കളും, അങ്ങനത്തെ സപ്പോർട്ടല്ല. അതായത് ഇന്നത്തെ ഇൻട്രോ, പപ്പ ഇത് പറയൂ, മനസ്സിലായില്ലേ? ഇവാൻ കലുഷ്നി AK-47 മറ്റേ കലാഷ്നിക്കോ AK-47 AK-47 റിലേറ്റ് ചെയ്ത കമന്ററി വാസ്തവത്തിൽ എൻ്റെ മൂത്ത മകന്റെ കോൺട്രിബ്യൂഷൻ ആണ് അത്, മനസ്സിലായില്ല? അവന്റെ പോയിന്റ്, അവൻ കണ്ടുപിടിച്ച പോയിന്റാ, മനസ്സിലായില്ലേ? ഈ 100 പൂക്കളെ നിങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും ഗംഭീരമായിട്ട് ഇപ്പൊ തന്നെ അഫ്സൽ പറഞ്ഞു 100 പൂക്കളെ. അഫ്സലിന് ഏറ്റവും കൂടുതൽ ശരിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പണ്ടത്തെ എവർഗ്രീൻ സാധനമാണ്. ഇപ്പോഴും എന്ത് സാധനം ഉണ്ടായാലും ബാക്ക്ഗ്രൗണ്ടിൽ 100 പൂക്കളെ, ചതച്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല. കളറ് യഥാർത്ഥ പാട്ടിൽ കളർ വേറെയാണ്, മനസ്സിലായില്ലേ? അത് വാസ്തവത്തിൽ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും കഴിവുള്ള ഒരു കവി, പ്രിയപ്പെട്ട ഒരു കവി എഴുതി വെച്ച സാധനമാണ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനത്തിന് വേണ്ടി എഴുതിയ ഇതാ. ഡൽഹി ഡൈനാമോസുമായിട്ട് സീസൺ എനിക്ക് ഓർമ്മയില്ല, 2017 18 മറ്റോ ആണ്. ഡൽഹി ഡൈനാമോസുമായിട്ട് കൊച്ചിയിൽ നടക്കുന്ന ഹോം മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 ജയിക്കുന്നു. എനിക്ക് തോന്നുന്നു പുറകിൽ പോയിട്ട് ഇതേപോലെ ഒരു ഗോൾ കൺസീഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ജയിച്ച മാച്ചാണ് 2-1. ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ ഭാര്യയാണ് എന്റെ വാട്സപ്പിലേക്ക് ഈ മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ഇത് യൂസ് ചെയ്യാം. കാരണം എന്റെ ഭാര്യ കൃത്യമായ എന്താ പറയാ, കൃത്യമായ സാമൂഹിക ബോധവും കൃത്യമായ രാഷ്ട്രീയ ബോധവും ഉള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്, മനസ്സിലായി? അത്യാവശ്യം സാമൂഹിക ബന്ധങ്ങളുള്ള ഒരാളാണ്. എന്റെ ഭാര്യയുടെ മെസ്സേജാ. ഞാൻ എടുത്തു നോക്കുമ്പോൾ ഇത് ഗംഭീര സാധനമാണല്ലോ. ഇപ്പൊ അഫ്സൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്.
ഒപ്പം എൻ്റെ സുഹൃത്തുക്കൾ അമേരിക്ക എന്ന് വരെ എനിക്ക് മെസ്സേജ് വരും. യു ഡോണ്ട് ബിലീവ്, അമേരിക്കയിലെ വാഷിങ്ടൺ DC-യിൽ നിന്നും എനിക്ക് കൃത്യമായി ഇപ്പോഴും ചേട്ടാ ഇതിപ്പോ ട്രെൻഡിയാണ്, ചേട്ടൻ ഇതൊന്ന് യൂസ് ചെയ്ത് അടിപൊളിയായിട്ട്. ദുബായിലെ ദേറയിൽ ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മലപ്പുറം നിലമ്പൂരുകാരൻ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അങ്ങേയറ്റത്തെ ആരാധകനാണ് അദ്ദേഹം. അവൻ എന്ത് കിട്ടിയാലും ഷൈജു ചേട്ടാ ഇതിപ്പോ ട്രെൻഡിയാണ്, ഇത് നമുക്ക് ഗോൾ അടിച്ചാൽ ചാമ്പാം. അതാ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹം കാംക്ഷിക്കുക, അതാണ് കുരുത്തം. ഞാൻ മറ്റേ ഫോൺ കോളിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ്. ഇപ്പൊ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളും അവരിലൂടെയും നമുക്കൊരു ഗുരുത്വം കിട്ടുന്നുണ്ട്, അല്ലാണ്ട് നമ്മളെ മുതിർന്നവർ മാത്രമല്ല. അതാ പറഞ്ഞത്, ചുറ്റുമുള്ളവരുടെ സ്നേഹവലയത്തിൽ എപ്പോഴും നിൽക്കുക, അവരുടെ സഹായങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയാൽ യു ക്യാൻ പെർഫോം അൺഡൗട്ടഡ്ലി വെൽ. അതാണ് പ്രൊഫഷണൽ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഏക ഒരു ടിപ്പ്. ചില കളിക്കാരുണ്ട്, എന്താ പറയുക, ചിലവര് ഫുട്ബോളർ ആവാൻ വേണ്ടി ഫുട്ബോളർ ആയതാണ്. അപ്പം ചിലവർ ജനിച്ചപ്പോൾ തന്നെ ഫുട്ബോളേഴ്സാണ്, ഇൻബോൺ ടാലൻ്റ് ആണ്. അപ്പോൾ ജന്മനാ ഫുട്ബോളിൻ്റെ സിദ്ധി കിട്ടിയ ആളുകളിൽ ഒരാളാണ് IM വിജയൻ. അതിലൊന്നും തർക്കമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കളി കണ്ടാൽ അതിനൊന്നും നമുക്കൊരു കൃത്യമായ ഒരു അഴകളവ് നിശ്ചയിക്കാൻ പറ്റില്ല. അദ്ദേഹം നിശ്ചയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കും, അദ്ദേഹത്തിൻ്റെ പാതകളിലൂടെ ഗോളടിക്കും. അത് അദ്ദേഹത്തിന് മാത്രം, അത് ചിലപ്പോൾ അദ്ദേഹത്തിന് വേറൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഇൻബോൺ ടാലൻ്റാണ്. അപ്പം അത് അപൂർവങ്ങളിൽ അപൂർവം ആളുകളേ ഉള്ളൂ. ഒരാൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, അന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ കളി കണ്ടാൽ അറിയാം. അപ്പം അത്തരം എന്താ പറയുക ജന്മന കിട്ടിയ സിദ്ധികളുള്ള ഒരാൾ ISL-ന്റെ സമയത്ത് അദ്ദേഹം ഈ കറണ്ട് സമയത്ത് ആക്റ്റീവായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇഷ്ടംപോലെ, ഇപ്പം അഫ്സലിന് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞു തന്നെ കമൻട്രി.